ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മൂവി ടോക്സിക്. റോക്കി ബായ് ഒരു ഗംഭീര മാസ്റ്റർ പീസ്. KGF സക്സസിന്റെ ശേഷം 4 വർഷത്തിന്റെ ശേഷം ഇതാ നമ്മളുടെ മുന്നിൽ ബിഗ് സ്ക്രീനിൽ വരുന്നു ടോക്സിക്കുമായി. അത് കാരണം ഈ സിനിമയുടെ ഹൈപ്പ് വേറെ ലെവൽ തന്നെയായിരുന്നു. സൗത്ത് ടു നോർത്ത് എല്ലായിടത്തും ഈ സിനിമയ്ക്ക് ഭയങ്കര ഹൈപ്പാണ്. അതിന്റെ പ്രൂഫാണ് ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ്. ഗംഭീര അഡ്വാൻസ് ബുക്കിംഗ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി സിനിമയെ പറ്റി പറഞ്ഞാൽ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് 1.25 മണിക്കൂറാണ്. ഭയങ്കര വയലൻസും അടിയും ഇടിയും പിടിയും വെടിയുണ്ടകൾ മാത്രമുള്ള ഫസ്റ്റ് ഹാഫ്. ഒരു ഫുൾ ആക്ഷൻ പാക്ഡ് ഫസ്റ്റ് ഹാഫ്. ഇത് 1947 ഇൻഡിപെൻഡൻസിന്റെ ശേഷം ഗോവയിൽ നടക്കുന്ന പോർച്ചുഗീസ് അണ്ടർവേൾഡ് മാഫിയയും ഗ്യാങ് വാർ നടക്കുന്ന പശ്ചാത്തലമുള്ള കഥയാണിത്. യഷ് ഈ സിനിമയിൽ സെൽവഡോർ എന്ന ഗ്യാങ്ങിനെ ലീഡ് ചെയ്യുന്ന പവർഫുൾ ക്രൂവൽ ഗാങ്സ്റ്ററായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. യഷ് ഈ സിനിമയിൽ വളരെ ഗംഭീരം, വളരെ സ്ട്രോങ് പവർഫുൾ ക്യാരക്ടറാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. സിനിമയുടെ ഫസ്റ്റ് 15 മിനിറ്റിൽ കിയാർ അഡ്വാനിയുടെ ഒരു ഹൈലി ഇൻറ്റൻസ് ആക്ടിങ് നമുക്ക് കാണാം. അതെ, അത് തന്നെയാണ് ഈ സിനിമയുടെ മികച്ച പ്രകടനം. അത് കാരണം ഒരു ഹൈപ്പ് ക്രിയേറ്റ് ആവുന്നത് തോന്നി. പക്ഷേ അത് അധികം നേരം നിലനിന്നില്ല. പടം ഭയങ്കര ഫ്ലാറ്റ്. ആക്ഷൻ ഫുൾ ആക്ഷൻ, ആവശ്യമില്ലാത്ത ആക്ഷൻ മാതിരി അങ്ങനെ പോകുന്നു. സിനിമ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗീതു മോഹൻദാസ്. അവരുടെ ഡയറക്ഷൻ വളരെ വീക്കായിരുന്നു ഈ സിനിമയിൽ. അതിന്റെ മെയിൻ കാരണം 95% സിനിമയിൽ ആക്ഷൻ സീൻസ് ആണ് ഉള്ളത്. അതിൻ്റെ ഇടയിൽ ഇമോഷൻ 5%. അത് ശരിക്കും കണക്ട് ആവുന്നില്ല. ഭയങ്കര ലൗഡ് ആക്ഷൻസും വെട്ടും കുത്തും. അത് കാരണം സിനിമ ഭയങ്കര ലാഗായി തുടങ്ങും. പിന്നെ സെക്കൻഡ് ഹാഫ് അതിന്റെ മേലെ. ഫസ്റ്റ് ഹാഫ് കണ്ട ക്ഷീണം സെക്കൻഡ് ഹാഫിൽ ഡബിൾ ഇരട്ടിയായിട്ട് നമുക്ക് തോന്നും. മൊത്തത്തിൽ പടം ഒരു ഇടി പുകയാണ്. ഗീതു മോഹൻദാസ് ഈ പ്രാവശ്യം മൊത്തത്തിൽ കൊളമാക്കിയിട്ടുണ്ട് ഈ സിനിമ. ഡയറക്ഷനിലാവട്ടെ, സ്ക്രീൻ പ്ലേയിലാവട്ടെ ഗംഭീര ആക്ഷനാണ്, അങ്ങനെ പറയാനും ഇല്ല. ഒരു ആക്ഷൻ സീനും എടുത്ത് പറയാനുള്ള രീതിയിലുള്ള വാവ് ഫാക്ടറും ഇല്ല. സിനിമയുടെ ക്ലൈമാക്സ് മാത്രമാണ് ഒരു ബെറ്റർ സിനിമാറ്റിക് എക്സ്പീരിയൻസ് തരുന്നത്. ടെക്നിക്കലി ബിഗ് സ്കെയിലാണ് ഈ മൂവി ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ സിനിമയിൽ അതിന്റെ ഇമ്പാക്ട് കിട്ടുന്നില്ല. പിന്നെ ഒരു സിനിമയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിറയെ ക്യാരക്ടേഴ്സ് വരികയും പോകുകയും ചെയ്യുന്നു. വേറെ പുതിയ ക്യാരക്ടേഴ്സ് വീണ്ടും വരുന്നു. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഗീതു മോഹൻദാസിന്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടാൽ തോന്നും ഇവര് കൺഫ്യൂസ്ഡ് ആയിരുന്നു. പടം സീരിയസ് ട്രാക്കിൽ കൊണ്ടുപോകണോ, ആക്ഷൻ മാസ് മസാലയായി കൊണ്ടുപോകണോ, അതോ ഇമോഷണൽ ട്രാക്ക് പിടിക്കണോ? അതിൽ തന്നെ പടം കൊഴിഞ്ഞു പോയിരിക്കുകയാണ്. പോരാത്തന്നെ സിനിമയുടെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും വൺ ഓഫ് ദി ബെസ്റ്റ് ആർട്ടിസ്റ്റ് രവി ബാസൂർ പിന്നെ വിശാൽ മിശ്രയും ഇത് കൈകാര്യം ചെയ്തത്. പക്ഷേ സത്യം പറയട്ടെ, ഇവരുടെ മ്യൂസിക് പടത്തിന്റെ സീനിനെ എലിവേറ്റ് ചെയ്യുന്നത് പകരം ഭയങ്കര ബോറാക്കി കളയുകയായിരുന്നു സിനിമ. തബായി എന്ന സോങ് വിട്ടാൽ ബാക്കിയെല്ലാം കട്ടപ്പുകയാണ്. വീക്ക് എക്സിക്യൂഷൻ, ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേ. യഷ് എങ്ങനെ ഈ സിനിമ KGFന്റെ ഹ്യൂജ് സക്സസിന് ശേഷം അക്സെപ്റ്റ് ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. സിനിമയുടെ സിനിമാറ്റോഗ്രാഫി രാജീവ് രവിയാണ് ചെയ്തിട്ടുള്ളത്. കൊള്ളാം. എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഉജ്വൽ കുൽക്കർണി. വളരെ മോശം. സിനിമയുടെ 3.25 മണിക്കൂറിൽ നിന്ന് 1 മണിക്കൂർ ട്രിം ചെയ്ത് കളയാൻ പറ്റുമായിരുന്നു. ഓവറോൾ ഈ പടം ഒരു ബിലോ ആവറേജ് മൂവിയാണ്. ഈ മൂവിയുടെ റേറ്റിംഗ് 1.5. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ റിവ്യൂ കമന്റ് ബോക്സിൽ നൽകുക. നന്ദി, നമസ്കാരം.